മണിക്കൂറുകൾ എടുത്ത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട്. റീസെന്റ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ കളർ ഗ്രേഡ് പണ്ടത്തെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനൊറ്റ റീസൺ ഈ ഡാവിഞ്ചി റിസോൾവാണ്. എനിക്ക് ഡാവിഞ്ചി റിസോൾവിൽ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ എല്ലാ എഡിറ്റുകളും ചെയ്യുന്നത് ഡാവിഞ്ചിയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഐപാഡ് വേർഷനിലാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തെടുക്കാം. എല്ലാവരും തന്നെ പറയും കളർ ഗ്രേഡ് ചെയ്യാൻ ഡാവിഞ്ചി അടിപൊളിയാണ്. 2-3 ഇൻസിഡൻസ് ആണ് എന്നെ ഡാവിഞ്ചിയിലേക്ക് എത്തിച്ചത്. അതിൽ മെയിനായിട്ട് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരാളുടെ അടുത്ത് ഒരു വീഡിയോ ഇന്ന ടൈമിൽ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞൊരു കമ്മിറ്റ്മെന്റ് എടുത്തു. ഞാൻ യൂസ് ചെയ്യുന്നത് CapCut ആയിരുന്നു. എല്ലാം എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ഫൈനൽ ഔട്ട് ഞാൻ കണ്ടു, ഓക്കെയാണ്. എക്സ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എക്സ്പോർട്ട് ആവുന്നില്ല. പല കാര്യങ്ങളും ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. VPN മാറ്റി നോക്കി, വേറെ കോപ്പി എടുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കി, എങ്ങനെ നോക്കിയിട്ടും നടപടി ആവുന്നില്ല. ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ദെൻ ഫൈനലി ആളുടെ അടുത്ത് പറഞ്ഞു, ഇത് പറ്റുന്നില്ല. എഡിറ്റേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ പോലും അതിന്റെ പുറകിൽ ചിലപ്പോൾ മണിക്കൂറുകളുടെ എഫേർട്ട് ഉണ്ടാവും. ഇതെല്ലാം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പെയിൻഫുൾ. കാരണം പിന്നെ ഒന്നേം തുടങ്ങണം, നമ്മളിട്ട് എഫേർട്ടും ടൈമും ഒക്കെ വേസ്റ്റ് ആവും. സിമിലർലി 2-3 ഇൻസിഡൻസ് വന്നു കഴിഞ്ഞപ്പോൾ CapCutനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. CapCut ഭയങ്കര ഫെമിലിയർ ആയതിന്റെ മെയിൻ കാരണം അതിൽ ഓൾറെഡി പ്രീസെറ്റ്സ് ഒരുപാടുണ്ട്. നല്ല നല്ല ട്രാൻസിഷൻസ്, നല്ല നല്ല എഫക്ട്സും ഓൾറെഡി അതിലുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് അഡോബ് ആയിക്കോട്ടെ, ഡാവിഞ്ചി ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ മാനുവലി ആ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഞാൻ ലൂമ ഫ്യൂഷനിലേക്ക് സ്വിച്ച് ചെയ്തു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഐപാഡാണ്. അഡോബ് പ്രീമിയർ പ്രോ എടുത്താലും അത് മൊബൈൽ വേർഷനാണ് ഐപാഡിൽ കിട്ടുന്നത്. സോ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിൽ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ഡാവിഞ്ചിയിലേക്ക് എത്തിയത്. ഡാവിഞ്ചി ഐപാഡ് വേർഷനിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അതിന് മെയിനായിട്ട് എനിക്ക് തോന്നിയത് എക്സ്റ്റേണൽ മോണിറ്റർ വെച്ചിട്ട് നമുക്ക് വലിയൊരു സ്ക്രീനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റുഡിയോ വേർഷൻ ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാലും ലാപ്ടോപ്പ് വേർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഡാവിഞ്ചിയുടെ ഇന്റർഫേസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, കളർ ഗ്രേഡ് ചെയ്യാനുള്ള പാനല്, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞെട്ടിപ്പോയി. പിന്നത്തേക്ക് മാറ്റി വെച്ച് കാരണം വീഡിയോസ് പോകണല്ലോ. വീഡിയോസ് പോകാൻ വേണ്ടി ഞാനപ്പോൾ ലൂമ ഫ്യൂഷനിൽ എഡിറ്റ് ചെയ്യും. കാരണം ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ സമയം ഗ്യാപ്പ് വരുക. എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങി. ആദ്യം ബേസിക് കട്ട്സ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു. ഇന്റർഫേസ് മൊത്തത്തിൽ എല്ലാ ടാബ്സും ആക്ടിവേറ്റ് ആക്കണം. സോ എന്താ ചെയ്യുന്നത്, ആദ്യം ട്യൂട്ടോറിയൽസ് കാണും, അത് ചെയ്യും. ബേസിക് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് പഠിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഡാവിഞ്ചിയിൽ ഒരു പ്രോ എഡിറ്റർ ആയി എന്നല്ല, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് ഞാൻ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മെയിനായിട്ടും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. പിന്നെ കളർ ഗ്രേഡിംഗ് ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പാർട്ട് ബൈ പാർട്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ചില വീഡിയോസ് റോ ഫുട്ടേജിൽ നിന്ന് എന്ത് രസമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നതറിയാം. സോ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി ഡാവിഞ്ചിയിലേക്ക് എത്തിയത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ഫിയർ എന്താണോ അതിനെ കോൺക്വർ ചെയ്യാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ചെയ്യുക. ചെയ്ത് അതിനെ ബീറ്റ് ചെയ്യുക.